Good morning. Welcome to CADE online classes. നമ്മളിവിടെ +2 ബിസിനസ് സ്റ്റഡീസിലുള്ള 18ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇന്ത്യൻ ധനപരമായ വിപണി എന്ന് പറയുന്നത്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ധനം. വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ മാർക്കറ്റ്? അപ്പോൾ ധനകാര്യ വിപണി എന്ന് പറഞ്ഞാൽ വിപണിയുടെ എല്ലാ ഗുണവിശേഷങ്ങളും ഉള്ളതാണ് ധനകാര്യ വിപണി. ഇവിടെ വിപണനം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നം ധനം ആസക്തികളായിരിക്കും. ധനകാര്യ പ്രമാണങ്ങളോ സേവനങ്ങളോ വിൽക്കാനും വാങ്ങാനും ധനകാര്യ വിപണികൾ സൗകര്യമൊരുക്കുന്നു. അപ്പോൾ അതാണ് ധനകാര്യം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. മൂലധന വിപണി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും ധനകാര്യ വ്യവസ്ഥയുടെ പ്രധാന വിഭാഗമാണ് മൂലധന വിപണി. സമ്പാദ്യങ്ങളെ നിക്ഷേപ മേഖലകളിലേക്ക് തിരിച്ചുവിടുന്ന സംവിധാനമാണ് മൂലധന വിപണി. അതൊരു സ്ഥാപനവൽകൃതമായ ഒരു സംവിധാനം, അതിനാണ് മൂലധന വിപണി എന്ന് പറയുക. ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള സെക്യൂരിറ്റികൾ മൂലധന വിപണിയിലാണ് ക്രയവിക്രയം ചെയ്യുന്നത്. നിക്ഷേപകരും കടം വാങ്ങുന്നവരും തമ്മിലുള്ള ധനകാര്യ ഇടനിലയമാണ് മൂലധന വിപണിയിൽ പ്രധാന പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത്. മൂലധന വിപണിക്ക് പ്രൈമറി, സെക്കൻഡറി എന്നിങ്ങനെ രണ്ട് പ്രധാന സെക്ഷൻസ് ഉണ്ട്. രണ്ടെണ്ണമാണ് പ്രൈമറി സെക്ഷൻ, സെക്കൻഡറി. രണ്ട് വിഭാഗങ്ങളാണ് വരുന്നത്. ലിസ്റ്റ് എനി ടു അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു കമ്പനീസ്. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ദേശീയ തലത്തിൽ സാന്നിധ്യം. ദേശീയ തലത്തിൽ എവിടുന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓൺലൈൻ ട്രേഡിങ് അല്ലേ, ഫോണിൽ കൂടെ തന്നെ ട്രേഡ് ചെയ്യാം. ഇടപാടുകളിൽ സുതാര്യത. ഡിമെറ്റീരിയലൈസേഷൻ ട്രേഡിംഗ്, അതായത് കമ്പ്യൂട്ടർ അധിഷ്ഠിത ട്രേഡിംഗ്. സാധനം വാങ്ങി വെക്കണ്ട അല്ലേ, സാധനം മെറ്റീരിയൽ വാങ്ങണ്ട, കമ്പ്യൂട്ടർ കൂടെ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റും. രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയെ സഹായിക്കുന്നു. മെൻഷൻ ദ ഓർഗനൈസേഷൻസ് ദാറ്റ് ആർ പാർട്ട് ഓഫ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ. സംഘടിത പണവിപണിയെക്കുറിച്ച് വ്യക്തമാക്കുക. അപ്പോൾ പണവിപണി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഹ്രസ്വകാല സാമ്പത്തിക ആസക്തിക്കുള്ള വിപണി. പ്രവർത്തന കാലാവധി ഒരു വർഷത്തിൽ കുറവായിരിക്കും. വിവിധ തരത്തിൽപ്പെട്ട ഹ്രസ്വകാലദിന കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും കൂടി പൊതുവായി പറയുന്നതാണ് പണം വിപണി എന്ന്. ഓക്കെ, വാട്ട് യു മീൻ ബൈ ഡെപ്പോസിറ്ററി? എന്താണ് ഡെപ്പോസിറ്ററി? നിക്ഷേപങ്ങൾക്ക് വേണ്ടി സെക്യൂരിറ്റികൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയോ സ്ഥാപനമോ ആണ് ഡെപ്പോസിറ്ററി അഥവാ സൂക്ഷിപ്പ് കേന്ദ്രം എന്ന് പറയുന്നത്. അംഗങ്ങൾക്ക് വേണ്ടി ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ സെക്യൂരിറ്റികൾ ഉടമസ്ഥാവകാശം മാറ്റുന്ന ഒരു സ്ഥാപനമാണ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ആധുനിക പശ്ചാത്തലത്തിൽ ഇതിനെ ഇങ്ങനെ പറയാം. 1956 കമ്പനി നിയമപ്രകാരം രൂപീകരിക്കുകയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 92 സെബി ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളതുമായ ഒരു കമ്പനി എന്നാണ് 1996 ഡെപ്പോസിറ്ററി ആക്ട് നൽകുന്ന നിർവചനം. ഇനി അടുത്തത് ഫുൾ ഫോം. NSDLന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. CDSL എന്ന് പറഞ്ഞത് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. ഇനി അടുത്തത് ഡിഫൈൻ മണി മാർക്കറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ മോഡേൺ എക്കോണമി. മണി മാർക്കറ്റിൻ്റെ പ്രാധാന്യം, അതുപോലെ അതിനെക്കുറിച്ചിട്ട്. ഇപ്പോൾ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്. ഒന്ന്, പണം വിപണി. ഹ്രസ്വകാല സാമ്പത്തിക ആസക്തികൾക്കുള്ള വിപണിയാണിത്. പ്രവർത്തന കാലാവധി ഒരു വർഷത്തിൽ കുറയാതിരിക്കുകയും വിവിധ തരത്തിൽപ്പെട്ട ഹ്രസ്വകാല ധനം കൈകാര്യം ചെയ്യുന്ന വിധം വിവിധ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും കൂടി പൊതുവായി പറയുന്ന പേരാണ് പണം വിപണി.
പണം വിപണിയിലെ പ്രമാണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ കോൾ മണി എന്ന് പറയും. കോൾ മണി എന്ന് പറഞ്ഞാൽ ബാങ്കുകളിലും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലും അന്നന്ന് അധികം വരുന്ന പണം കൈകാര്യം ചെയ്യുന്ന പണം വിപണിയിലെ ഒരു പ്രധാന ഘടകമാണ് കോൾ മണി മാർക്കറ്റ്. റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന നിയമപരമായ കരുതൽ ധനം നിലനിർത്താനും ഹ്രസ്വകാല ലിക്വിഡ് പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനും കോൾ മണി വിപണി ബാങ്കുകളെ സഹായിക്കുന്നു. കോൾ മണിയുടെ കാലാവധി 1 ദിവസം മുതൽ 14 ദിവസം വരെയാണ്. വാണിജ്യ വിനിമയ ബിൽ എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബിൽ എന്ന് പറയും. ട്രേഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയും. ഒരു ബിസിനസ് സ്ഥാപനം മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിന് നൽകുന്ന ഒരു ഹ്രസ്വകാല രേഖയാണിത്. 30 ദിവസത്തേക്ക് അല്ലെങ്കിൽ 60 അല്ലെങ്കിൽ 90 എങ്ങനെയാണ് കൊടുക്കല്. ബിൽ നൽകുന്ന ആൾ കാലാവധിയിൽ പണം നൽകേണ്ടതായിട്ടുള്ളതിനാൽ അവ സ്വയം ലിക്വിഡേറ്റ് ചെയ്യാവുന്നതാണ്. അത് പണം കൊടുക്കുന്ന ഒരു കാലാവധി. ഈ ട്രഷറി ബിൽ എന്ന് പറഞ്ഞാൽ സർക്കാർ വാങ്ങുന്ന ഹ്രസ്വകാല വായ്പകളാണ് ട്രഷറി ബില്ല്. 14 ദിവസം മുതൽ 364 ദിവസം വരെയാണ് അതിൻ്റെ കാലാവധി. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയും. ഹ്രസ്വകാല പ്രൊനോട്ട് എന്ന് പറയും. കൊമേഴ്ഷ്യൽ പേപ്പർ എന്നൊക്കെ പറയും. അപ്പോൾ ഒരു നിശ്ചിത കാലാവധിയോട് കൂടിയായിരിക്കും അത്. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപത്തിന് നൽകുന്ന രേഖയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. നമ്മൾ പൈസ നിക്ഷേപിച്ച് അതിന് കിട്ടുന്ന റെസിപ്റ്റ്. കമ്പനികൾക്കും സ്ഥാപനങ്ങളും ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള നിക്ഷേപത്തിനാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇത് പണം വിപണിയിൽ ക്രയവിക്രയം ചെയ്യാവുന്നതാണ്. പണം വിപണിയിലെ പ്രമാണങ്ങളുടെ വൈവിധ്യവും വിപുലപ്പെടുത്താനായി 1989 ഇത് ഇന്ത്യയിലെ ആദ്യമായി അവതരിച്ചത്. വാട്ട് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ്? ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം മണി മാർക്കറ്റ്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്, അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. ദീർഘകാല ഫണ്ടുകളായി കടപ്പത്രങ്ങളും ഓഹരികളും സമാഹരിക്കാനും നിക്ഷേപിക്കാനും ഇതക്കുന്ന സൗകര്യങ്ങളും സ്ഥാപനങ്ങളും അടങ്ങിയ വിപണി, അതിനാണ് മൂലധന വിപണി എന്ന് പറയുക. 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ള പണപരമായ ആസക്തികൾ കൈകാര്യം ചെയ്യുന്ന ഹ്രസ്വകാല ഫണ്ടുകളുടെ വിപണിയാണ് പണവിപണി. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, കടപ്പത്രം, ബോണ്ട് ഇതൊക്കെ മൂലധന വിപണിയിലെ പ്രമാണങ്ങളാണ്. ട്രഷറി ബില്ല്, ട്രേഡ് ബില്ല്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ തുടങ്ങിയവയാണ് പണവിപണിയിൽ ഉള്ളത്. പണവിപണിയിൽ ഹ്രസ്വകാല ഇൻസ്ട്രുമെന്റുകളാണ് ഉള്ളത്. മൂലധന വിപണിയിൽ ധനനഷ്ട സാധ്യത കൂടുതലാണ്. പണവിപണിയിൽ കൂടുതൽ സുരക്ഷിതമാണ്. മൂലധന വിപണിയിൽ നിന്നും കൂടുതൽ ആദായം ലഭിക്കും. പണവിപണിയിൽ വരുമാനം കുറവായിരിക്കും. അതാണ് അതിൻ്റെ. വാട്ട് ഈസ് മെൻ ബൈ ഡിമാറ്റ് അക്കൗണ്ട്? ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും ഡിമാറ്റ് അക്കൗണ്ട്. കൂടുതൽ പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഡിമാറ്റ് അക്കൗണ്ടിനെ കുറിച്ച്. നിക്ഷേപകന്റെ അഭ്യർത്ഥന പ്രകാരം അയാളുടെ പേപ്പർ സർട്ടിഫിക്കറ്റുകൾ തുല്യ മൂല്യമുള്ള സംഖ്യയുമായി ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റി അയാളുടെ അക്കൗണ്ടിൽ വരവ് വെക്കുന്ന പ്രക്രിയയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ എന്നുള്ളതാണ്. അനിൽ വാണ്ട്സ്, ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ. അനിൽ വാണ്ട്സ് ടു ഇൻവെസ്റ്റ് മണി ഇൻ ഷെയർ മാർക്കറ്റ് അല്ലേ? അനിലിന് ഷെയർ മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ, ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആണെങ്കിൽ നിങ്ങൾ വാട്ട് വിൽ യു സജസ്റ്റ്? എന്തായിരിക്കും അയാളോട് പറയുക? അപ്പോൾ ഒരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുക. ബ്രോക്കർ പറഞ്ഞാൽ സ്ഥലക്കച്ചവടത്തിൻ്റെ ബ്രോക്കറല്ല, ഇത് ഈ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുക. ഡെപ്പോസിറ്ററുമായി ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുക. ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുക. ഓർഡർ നൽകുക. പിന്നെ ഓർഡർ നടപ്പാക്കുക, തീർപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഷെയറിൻ്റെ കാര്യങ്ങളാണ്. ഈ ഡിഫൈൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താ, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയും. സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു സംഘടിത വിപണിയാണ് എക്സ്ചേഞ്ച്.
അംഗീകാരമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് മാത്രമേ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ. ഇന്ത്യയിൽ 23 അംഗീകാരമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഗവൺമെൻറ് ആദ്യമായി അംഗീകാരം നൽകുന്നതും സ്ഥിരമായ രജിസ്ട്രേഷൻ ഉള്ളതുമായ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപനമാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പിന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിക്കപ്പെടുന്നതുവരെ ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിപണി. മൂലധന രൂപീകരിക്കുന്നതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വിലപ്പെട്ട സേവനങ്ങൾ നൽകുന്നു. എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെക്യൂരിറ്റികളുടെ കൈമാറ്റം സുഗമമാക്കുന്നു, സെക്യൂരിറ്റികളുടെ ക്രയവിക്രയം സംബന്ധിച്ച വിവരങ്ങൾ ഏത് സമയത്തും ലഭ്യമാക്കുന്നു, നിക്ഷേപകർക്ക് സുരക്ഷ നൽകുന്നു, മൂലധന രൂപീകരണം തിരഞ്ഞെടുക്കുന്നു, ത്വരിതപ്പെടുത്തുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യാവസായിക മേഖലകളുടെ ആരോഗ്യം പ്രതിഫലിക്കുന്നു. ലാഭകരമായ പ്രോജക്റ്റുകളിൽ നിന്നും കൂടുതൽ ലാഭകരമായ സംരംഭങ്ങളിലേക്ക് മൂലധനത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കുന്നു. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് കമ്പനീസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രാധാന്യം ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്ററെ വീക്ഷണത്തിൽ കൃത്യമായി നിർവചിക്കപ്പെട്ട ചട്ടങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഇടപാട് നടക്കുന്നത്. ഇത് നിക്ഷേപകർക്ക് സുഗമമായ രീതിയിൽ ഇടപാടുകൾ നടക്കുന്നതിന് അവർക്ക് സംരക്ഷണവും നൽകുന്നു. ഓവർ ട്രേഡിങ്ങും നിയമപരമല്ലാത്ത ഊഹക്കച്ചവടവും കർക്കശമായി നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ ഗവൺമെൻറ്റിൻ്റെയും സെബിയുടെയും നിയന്ത്രണം ഉള്ളതിനാൽ നിക്ഷേപകരുടെ സുരക്ഷിതത്വം കൂടുതൽ ഉറപ്പാക്കുകയും ചെയ്യാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് കൂടുതൽ വിശ്വസ്തത ലഭിക്കുന്നു. കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാനും ഇത്തരം കമ്പനികൾക്ക് കഴിയും. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ റോൾ പ്ലേഡ് ബൈ സെബി ഇൻ പ്രൊട്ടക്ടിങ് ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് ആൻഡ് കൺട്രോളിങ് ദ ബിസിനസ് അറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള സെബിൻ്റെ കൺട്രോളിനെ കുറിച്ചിട്ടാണ്. സെബി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ. അപ്പോൾ ഗുണനിലവാരമുള്ള സെക്യൂരിറ്റികളുടെ വിതരണവും അവയുടെ കൃത്രിമ ഇതര ചോദനവും ഉറപ്പാക്കുന്നു. അത് ഏറ്റവും നല്ല വിപണന പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുകയും തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ എടുക്കുകയും ചെയ്യുന്നു. പങ്കാളികൾക്ക് സുരക്ഷിതമായ ഇടപാട് ചെയ്യുന്നതിന് കഴിയത്തക്ക വിധം അത് വിപണിയിൽ അത്യാവശ്യമായി അച്ചടക്കം നിലനിർത്തുന്നു. സെക്യൂരിറ്റി വിപണിയെ കൂടുതൽ മത്സരമുള്ളതും അച്ചടക്കമുള്ളതും ആക്കുന്നത് സെബി സമയത്തിൽ നിന്ന് ക്രമീകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുന്നു. 1988 ഗവൺമെൻറ് തീരുമാനപ്രകാരം സ്ഥാപിതമായതാണ്. നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കാനും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വികസനം പ്രോത്സാഹിപ്പിക്കാനും സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കാനും വേണ്ടിയാണ് സെബി സ്ഥാപിച്ചിരിക്കുന്നത്. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സെക്യൂരിറ്റി ഇറക്കുന്നവർ നീതിപൂർവം ഇടപാട് നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. കുറഞ്ഞ ചെലവിൽ മൂലധനം ശേഖരിക്കാൻ കമ്പനിക്ക് കഴിവുണ്ടാക്കുന്ന മൂലധന വിപണിയുടെ വികസനം ഉറപ്പുവരുത്തുന്നു. നിക്ഷേപകർക്ക് സുരക്ഷിതത്വം നൽകുന്നു അല്ലെങ്കിൽ സംരക്ഷണം നൽകുന്നു. രാജ്യത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. Give explanatory notes on stock exchange in India and the regulations of stock exchange. അപ്പോൾ റെഡി മാർക്കറ്റ് കമ്പനികളും ഗവൺമെൻറ് ഇറക്കുന്ന സെക്യൂരിറ്റികൾ ഏത് സമയത്തും വിൽക്കാനും വാങ്ങാനും സൗകര്യമുണ്ടാക്കുന്ന ഒരു റെഡി മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രദാനം ചെയ്യുന്നു. സെക്യൂരിറ്റികളുടെ വിലയിരുത്തൽ വിവിധ സെക്യൂരിറ്റികളുടെ വില നിർണ്ണയിക്കാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സഹായിക്കുന്നു. നിക്ഷേപകരുടെ സംരക്ഷണം, മൂലധന സ്വരൂപണം, കോർപ്പറേറ്റ് മേഖലയുടെ നിയന്ത്രണം, വിവരങ്ങളുടെ ക്ലിയറിംഗ് ഹൗസ്, ഇതൊക്കെയാണ് അത്. ഡിസ്ക്രൈബ് ദ ടു കോമ്പോണൻസ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ് ഇൻ ഡീറ്റെയിൽ. അതായത് ഓഹരി വിപണിയുടെ ഘടന. സെക്യൂരിറ്റികൾ വ്യാപാരം ചെയ്യുന്ന വിപണിയാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി മാർക്കറ്റിൽ പ്രാഥമിക വിപണി എന്നും ദ്വിതീയ വിപണി എന്നും രണ്ട് തരത്തിലുണ്ട്.
ഒരു കമ്പനി ആദ്യമായി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പ്രാഥമിക വിപണി. അതുകൊണ്ട് പ്രാഥമിക വിപണിയെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നും വിളിക്കും. നിലവിലുള്ള സെക്യൂരിറ്റികൾ ക്രയവിക്രയം ചെയ്യുന്ന വിപണിയാണ് ദ്വിതീയ. പുതിയതാണെങ്കിൽ പ്രൈമറി അല്ലെങ്കിൽ പ്രാഥമിക വിപണി. ഓൾറെഡി ഉള്ളത് ചെയ്യുന്നതാണെങ്കിൽ അത് സെക്കൻഡറി അല്ലെങ്കിൽ എന്താ ചെയ്യുക, ദ്വിതീയ വിപണി എന്ന് പറയും. ദ്വിതീയ വിപണിയെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നു. ഒരു സ്ഥാപനം ആദ്യമായി ഇഷ്യൂ ചെയ്യുന്ന പുതിയ സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന വിപണി പ്രാഥമിക വിപണി എന്ന് പറയുന്നു. ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികളും സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വിപണിയാണ് ദ്വിതീയ വിപണി. പ്രാഥമിക വിപണിയിൽ പുതിയ സെക്യൂരിറ്റികൾ വിൽക്കുന്നു. ദ്വിതീയ വിപണിയിൽ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികളാണ് വിൽക്കുന്നത്. പ്രാഥമിക വിപണിയിൽ നിക്ഷേപകർക്ക് സെക്യൂരിറ്റി വാങ്ങാൻ മാത്രമേ പറ്റൂ, വിൽക്കാൻ പറ്റില്ല. ദ്വിതീയ വിപണിയിൽ സെക്യൂരിറ്റി വാങ്ങുകയും വിറ്റ് പണമാക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അതിന് സാധിക്കും. പ്രാഥമിക വിപണിയിൽ ലിസ്റ്റ് ചെയ്യാതെ സെക്യൂരിറ്റികൾ വിൽക്കാൻ കഴിയും. ദ്വിതീയ വിപണിയിൽ ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികൾ മാത്രമേ വാങ്ങാനും വിൽക്കാനൊക്കെ കഴിയുള്ളൂ. പാഠഭാഗത്തുണ്ടാകുന്ന ഡൗട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യണം. ഓക്കെ, അത് മുകളിൽ കാണുന്ന 9746006166 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് കെയർ ഓൺലൈൻ ക്ലാസ്സസ്.